പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രപഞ്ചനാഥൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം നാം ഓരോ നിമിഷവും ശ്വസിക്കുന്ന ഈ സമയമാണ്. സമയം എന്നത് കേവലം അളക്കാനാവുന്ന ഒന്നല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. ലോകത്തിലെ സകല സമ്പത്തും നൽകിയാലും കഴിഞ്ഞുപോയ ഒരു നിമിഷത്തെ പോലും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുമ്പോഴാണ് സമയത്തിന്റെ ആത്മീയത നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് നോക്കിയാൽ സമുദ്രത്തിലെ തിരമാലകൾ ഒരിക്കലും വിശ്രമിക്കുന്നില്ലെന്ന് കാണാം. സൂര്യൻ അതിന്റെ കൃത്യസമയത്ത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ഓരോ പൂവും അതിന്റെ നിശ്ചിത സമയത്ത് വിരിയുകയും കൊഴിയുകയും ചെയ്യുന്നു. പ്രകൃതിയിലെ ഈ താളം സമയത്തോടുള്ള വിശ്വസ്തതയാണ്, അല്ലെങ്കിൽ അത് പൂർണ്ണമായ സമർപ്പണമാണ്. എന്നാൽ മനുഷ്യൻ പലപ്പോഴും സമയത്തെ അനാവശ്യമായി പാഴാക്കുന്നു. ഒരു മൺപാത്രത്തിൽ നിന്നും വെള്ളം ഓരോ തുള്ളിയായി ഇറ്റുവീഴുന്നത് പോലെയാണ് നമ്മുടെ ആയുസ്. പാത്രം നിറഞ്ഞിരിക്കുമ്പോൾ നാം ആ തുള്ളികളെ ഗൗനിക്കാറില്ല. ആ നിമിഷങ്ങളിൽ അവയുടെ മൂല്യം നാം അറിയുന്നില്ല. എന്നാൽ പാത്രം കാലിയാകാറാവുമ്പോൾ ഓരോ തുള്ളിക്കും വലിയ വിലയുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ എന്ന നിമിഷത്തിനാണ് ഏറ്റവും പ്രാധാന്യം. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖമോ അല്ല, മറിച്ച് ഈ നിമിഷം നാം ചെയ്യുന്ന നന്മയാണ് നമ്മുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ആത്മീയത എന്നാൽ കേവലം പ്രാർത്ഥനകൾ ഉരുവിടൽ മാത്രമല്ല, അത് ദൈവം തന്ന സമയത്തെ വിവേകത്തോടെ ഉപയോഗിക്കലാണ്. ഓരോ നിമിഷവും നമുക്ക് രണ്ട് വഴികൾ മുന്നിലുണ്ട്. ഒന്ന്, ആ നിമിഷത്തെ സ്നേഹം കൊണ്ട് ധന്യമാക്കുക. മറ്റൊന്ന്, അത് വെറുപ്പിലും അലസതയിലും കളയുക. പലരും പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പരാതിപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗണനകൾ തെറ്റിപ്പോകുന്നതാണ് ഇതിന് കാരണം. ഒരു ശില്പിക്കല്ലിൽ കൊത്തുപണികൾ നടത്തി മനോഹര ശില്പം തീർക്കുന്നത് പോലെ നമ്മുടെ ഓരോ നിമിഷത്തെയും പ്രാർത്ഥന കൊണ്ട് കൊത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതം ഒരു ദൈവീക ശില്പമായി മാറൂ. നമ്മുടെ ആത്മീയ യാത്രയിലെ ഏറ്റവും വലിയ ശത്രു അലസതയാണ്. ലോഹത്തെ തുരുമ്പ നശിപ്പിക്കുന്നത് പോലെ അലസത മനുഷ്യന്റെ ആത്മവീര്യത്തെ നശിപ്പിക്കുന്നു. പിന്നീട് ചെയ്യാം എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുമ്പോൾ നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് അപ്പോൾ തന്നെ ചെയ്യുക. ആ നന്മയെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഓരോ നല്ല ചിന്തയും ദൈവം ആ നിമിഷം നമുക്ക് നൽകുന്ന പ്രേരണയാണ്. ആ പ്രേരണയെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടനമാണ്. ഒരു തീർത്ഥാടകൻ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കൃത്യസമയത്ത് യാത്ര ചെയ്യേണ്ടതുണ്ട്. വഴിയിലെ കാഴ്ചകളിൽ ഭ്രമിച്ച് സമയം കളഞ്ഞാൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. ഇതുപോലെ ഭൗതികമായ സുഖസൗകര്യങ്ങളിൽ മുഴുകി സമയം പാഴാക്കിയാൽ ആത്മീയ പൂർണ്ണതയിലെത്താൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഓരോ നിമിഷവും മറ്റൊരാൾക്ക് വെളിച്ചമാകാൻ കഴിയുമോ എന്ന് നാം ചിന്തിക്കണം. ഒരു മെഴുകുതിരി സ്വയം ഉരുകിത്തീരുമ്പോഴും മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നു. ആ മെഴുകുതിരിയുടെ ആയുസ് അത് പ്രകാശിക്കുന്നതുവരെയാണ്. അതുപോലെ നമ്മുടെ ആയുസ്സും ഓരോ നിമിഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുറയുന്ന സമയത്തിനിടയിൽ എത്ര പേരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിഞ്ഞു, എത്ര പേർക്ക് പ്രത്യാശ നൽകാൻ നമുക്ക് സാധിച്ചു എന്നതാണ് യഥാർത്ഥമായ ആത്മീയ കണക്കെടുപ്പ്. നമ്മൾ കരുതുന്നത് സമയം നമ്മുടേതാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സമയം ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. നാം വെറും കാവൽക്കാർ മാത്രമാണ്. ഒരു സുഹൃത്ത് നമുക്ക് വിലപിടിപ്പുള്ള ഒരു സമ്മാനം നൽകിയാൽ നാം അത് എത്ര ജാഗ്രതയോടെ സംരക്ഷിക്കും? അങ്ങനെയെങ്കിൽ പ്രപഞ്ചനാഥൻ നൽകിയ ഈ ആയുസ് എത്രയോ അധികം ജാഗ്രതയോടെ നാം കൈകാര്യം ചെയ്യണം. സമയത്തെ ശരിയായി വിനിയോഗിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പരാതികൾ ഉണ്ടാവില്ല. അവർക്ക് ലോകത്തോട് നന്ദി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓരോ പുലരിയും ഒരു പുതിയ അവസരമാണ്. ഇന്നലത്തെ തെറ്റുകൾ തിരുത്താനും നാളെയെ മനോഹരമാക്കാനുമുള്ള ഒരു വലിയ അവസരം. ആത്മീയമായ സമയം ചിലവഴിക്കാൻ നാം മൗനം ശീലിക്കുക. ദിവസവും കുറച്ച് സമയം നിശബ്ദനായിരിക്കുക. ആ നിശബ്ദതയിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം പ്രതിഫലം ഇച്ഛിക്കാതെ മറ്റുള്ളവർക്കായി സേവനത്തിന് മാറ്റിവെക്കുക. ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷത്തിനും പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. ആ നന്ദി പ്രകാശനം നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനം നൽകും. സമയം നമ്മുടെ ശത്രുവല്ല, മറിച്ച് നമ്മുടെ മിത്രമാണ്. നാം അതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഫലം. നന്മ ചെയ്യുന്നവന് സമയം എപ്പോഴും കുറവായി തോന്നും. അലസന് സമയം ഒരു ഭാരമായി തോന്നും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ് വെറുമൊരു കണക്കല്ല,
മറിച്ച് അതൊരു നിയോഗമാണ്. ഓരോ സെക്കൻഡും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ദാനമാണ്. ആ ദാനത്തെ നമുക്ക് ആദരിക്കാം. കടന്നുപോകുന്ന ഓരോ നിമിഷത്തെയും സ്നേഹത്തിന്റെ നർമ്മണം ഉള്ളതാക്കി മാറ്റാം. നമ്മുടെ ജീവിതയാത്രയുടെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ സമയം നന്നായി ഉപയോഗിച്ചു എന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം. ദൈവം തന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങളെ നമുക്ക് പുണ്യമാക്കി മാറ്റാം. നന്ദി.